ടൗൺഷിപ്പ് ഒരു തുറന്ന പുസ്തകമാണ്. അത് ആർക്കും എപ്പോഴും കയറി പരിശോധിക്കാവുന്ന വിധത്തിലുണ്ട്. മാർക്ക് മാഞ്ഞു പോയതിൽ ആരെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. കാരണം അത് പെൻസിൽ കൊണ്ട് വരച്ച മാർക്കായിരുന്നു. ആക്ഷേപങ്ങൾ ഒരു കാലത്തും ഇല്ലാതിരിക്കില്ല. അതിന്റെ താല്പര്യം എന്താണ്? അതൊരു കനകോലു സിദ്ധാന്തമാണ്. നൗഫലിനെയും സൈബറിൽ ആക്രമിക്കരുത്, എന്നെയും ആക്രമിക്കരുത്, മാധ്യമ പ്രവർത്തകരെയും ആക്രമിക്കരുത്. ഒരു സാമാന്യ മര്യാദ അങ്ങനെ ഇല്ലാതിരിക്കലാണ്. ആർത്തട്ടഹസിച്ച് ചിരിക്കുന്നവൻ ഒരു കക്കൂസ് പോലും അവിടെ നിർമ്മിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളൊരു സങ്കോചം വേണ്ട. ഭൂമി തരാത്തത് കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം വൈകിയത്. 4 മാസമല്ലേ ആയിട്ടുള്ളൂ ഞങ്ങൾ തുടങ്ങിയിട്ട്. ആരുടെ കുറ്റാണ്? നേരത്തെ മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ള കക്ഷി നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനുവരി 1 ചർച്ച നടത്തി പല അഭിപ്രായങ്ങൾ വന്നു. നിങ്ങളെടുക്കുന്ന പൊതു നഗരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും, ഓരോ സ്പോൺസർമാർക്കും, രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, ഓരോ സ്പോൺസർമാർക്കും മാറ്റി കൊടുക്കാനാകുമോ? ഞങ്ങൾ പറഞ്ഞു ഞങ്ങളല്ല, ഗവൺമെൻറ് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർക്കും കൊടുത്താൽ ഓരോ കോർണറുകളായി അത് മാറും. അതിനിടവരുത്തരുത്. നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് പണിതേക്കാമെന്നേ. ഓരോ സ്ഥലം ഓരോരുത്തർക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. നമുക്ക് ഒരുമിച്ച് പണിയാം. മാത്രമല്ല, കേരളത്തിന് ഇതിനു മുമ്പ് നടന്നൊരു ദുരന്തം ഓർമ്മയുണ്ടോ? സുനാമി. ആ സുനാമി ദുരന്തത്തിൽ കേരളത്തിൽ പണിത ആയിരക്കണക്കിന് വീടുകൾ എത്ര ദിവസം കൊണ്ട് ലീക്ക് ചെയ്യുകയും തകരുകയും തകർന്നു വീഴുകയും ചെയ്തു. നമുക്ക് അനുഭവമില്ലേ? അതേതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെയോ മന്ത്രിയുടെയോ തലയിൽ കെട്ടിവെക്കുകയാണോ? ഞങ്ങളല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഓരോ കരാർ കമ്പനി, ഓരോ സ്പോൺസർമാർ സർക്കാർ കൊടുത്ത സ്ഥലത്തങ്ങ് കെട്ടി. ആ ദുരന്തം ഉണ്ടാകാതിരിക്കാൻ കോമണായൊരു സ്ഥലം, ഒറ്റ നേതൃത്വം. അതിൽ അന്ന് 25 ലക്ഷം രൂപയും 5 സെന്റും പറഞ്ഞപ്പോൾ ചർച്ചയുണ്ടായി. കൂട്ടണം. 7 സെന്റാക്കി വർദ്ധിപ്പിച്ചു, 25 20ആക്കി കുറച്ചു. അനുബന്ധ നടപടിക്രമങ്ങൾ മുഴുവൻ സർക്കാർ തന്നെ ചെയ്യണം ഈ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് എന്ന് നിശ്ചയിച്ചു. അവിടെ വരുന്ന വീടിൻ്റെ ചെലവ് 20-ൽ കൂടുതൽ വന്നാൽ അതും ഈ ദുരന്ത നിവാരണ സംഖ്യയിൽ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ തീരുമാനം എടുത്തത്. മാർച്ച് 27-ാം തീയതി നമ്മളത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ലീഗ് ഞങ്ങളോട് വന്ന് പറഞ്ഞു വളരെ പ്രയാസത്തോടെ, ഇങ്ങനെ വ്യവഹാരം നടന്ന് ഇത് നീണ്ടുപോകുമെന്ന് ഞങ്ങൾ പേടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളൊരു ഭൂമി എടുക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു അല്ല, നമുക്ക് ഒരുമിച്ചെടുക്കാം. പക്ഷേ ലീഗ് പറഞ്ഞു ഞങ്ങൾക്ക് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പിന്നെ സമാഹരിച്ച സംഖ്യയാണ്, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, ഞങ്ങളൊരു സ്ഥലം എടുക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞെന്താ? ആ സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പലത് കേട്ടിട്ടും ഗവൺമെന്റ് നിഷേധാത്മകമായൊരു സമീപനം എടുത്തില്ലെന്ന് മാത്രമല്ല, സഹായകരമായ നിലപാടെടുത്തു. ലീഗ് സ്ഥലം മേടിച്ചു പോകുമ്പോൾ കോൺഗ്രസ് കരുതിയെന്താ? ലീഗുമായി ഞങ്ങൾക്ക് ശത്രുതയുള്ളതുകൊണ്ട് അവർക്ക് മാത്രം സ്ഥലം കൊടുത്തില്ല, ബാക്കിയുള്ളവർക്ക് സ്ഥലം കൊടുക്കും എന്ന് നിങ്ങൾ കരുതിയോ? എന്തൊരു വർത്താനാണ് പറയുന്നത്. ഇപ്പം കിട്ടിയ കാശാണ് കണക്കെങ്കിൽ ഞങ്ങൾ സ്ഥലം കൊടുത്താൽ അതിൽ എത്ര വീട് പണിയാനുള്ള കാശ് ഇപ്പോൾ സമാഹരിച്ചതിലുണ്ട്. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ ചോദ്യങ്ങളുണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ കടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, എത്ര ഭീതി പരത്താൻ ശ്രമിച്ചാലും ഏറ്റവും ഉറപ്പായ 5 വർഷക്കാലത്തെ ഡിഫക്റ്റ് ലയബിലിറ്റി ഉള്ള, 7 വർഷം മുതൽ 20 വർഷം വരെ ഗ്യാരണ്ടിയുള്ള ഉപകരണങ്ങളോട് കൂടിയിട്ടുള്ള വീട് പണിത് കൊടുക്കാം എന്ന കരാറ് ബന്ധപ്പെട്ടവർ നടപ്പിലാക്കിയേ മതിയാകൂ. കരാറുമായി ബന്ധപ്പെട്ട ആരൊക്കെ ഒപ്പിട്ടിട്ടുണ്ടോ അവർ നടപ്പിലാക്കിയേ മതിയാകൂ. അതിലൊരാളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല. പക്ഷേ കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അസമിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ബംഗാളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ഇതുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ യാത്ര, ഇതെല്ലാം പറഞ്ഞാൽ അത് മനസ്സിലാവുമല്ലോ നമുക്ക്. ആ മനസ്സിലാകലിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ ഒരു 15 ദിവസം കൂടി വൈകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ മറ്റേതെങ്കിലും ചിന്തിക്കേണ്ടതുണ്ടോ? ഇല്ല എന്നെനിക്ക് തോന്നുന്നു. എങ്കിലും ഏറ്റവും വേഗതയിലാക്കാനുള്ള നടപടിക്രമം എടുക്കാം. ബന്ധപ്പെട്ടവരുടെ യോഗം വിളിക്കാനുള്ള ചില തടസ്സങ്ങളുണ്ട്. അത് കോഡ് ഓഫ് കോണ്ടാക്ട് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. മാർച്ച് 15-ന് അത് വന്നാൽ പിന്നെ ഔപചാരികമായിട്ടുള്ള യോഗം വിളിക്കാൻ മന്ത്രിമാർക്ക് പ്രത്യേകമായിട്ടുള്ള ചില അനുവാദങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വേണം. അതും കിട്ടുമോ എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിയാലോചിക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, ഇത്തരത്തിലുള്ള ധാരണകൾ ഉള്ളത് കൊണ്ട് ഒരാൾക്കും ഭീതി വേണ്ട, ഒരാൾക്കും ഭീതി ഉണ്ടാകേണ്ട കാര്യമില്ല. എങ്ങനെയാണോ നമ്മൾ നിശ്ചയിച്ചത് അത്ര മനോഹരമായി. ചിലരൊക്കെ മേടിച്ച സ്ഥലം പണി ആരംഭിക്കുന്നതിനും നിർമ്മാണത്തിൻ്റെ പില്ലറടിക്കുന്നതിനും പ്ലാൻ പാസ്സാക്കുന്നതിനും മുമ്പ് കെട്ടിപ്പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് തുറന്നു കിടക്കല്ലേ ആദ്യത്തെ ദിവസം മുതൽ. അതിനെക്കുറിച്ചൊന്നൊരു ചാനൽ ഒരു സംശയം രേഖപ്പെടുത്തിയായി ഞാൻ കണ്ടു. കുറച്ച് ശരിയുണ്ടാകാം, ഇങ്ങനെ തുറന്നിട്ടാൽ ആളുകൾ വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ. പക്ഷേ ടൗൺഷിപ്പ് ഒരു തുറന്ന പുസ്തകമാണ്. അത് ആർക്കും എപ്പോഴും കയറി പരിശോധിക്കാവുന്ന വിധത്തിലുണ്ട്. ഒരു ചാനൽ പറഞ്ഞു തന്നെ പ്രയാസപ്പെടുത്തി. അത് ചിത്രസഹിതം കാണിക്കുകയാണ്. മുകളിലുള്ള വെള്ളം കെട്ടിവെച്ചതിൻ്റെ സൈഡിലുള്ള, ഞങ്ങളിതിനെന്താ തൃശ്ശൂരും തിരുവനന്തപുരവും പറയുന്നതിന് വ്യത്യാസം ഉണ്ടാവും. സൈഡ് കെട്ടും, വെള്ളം പിടിച്ചു നിർത്താൻ വേണ്ടി അരിക് കെട്ടും, സിമെൻറ്റ് വെച്ച് ചെറുതായി കെട്ടും.
അത് വെള്ളം കെട്ടി നിർത്തുന്ന പണി തീർന്നാൽ വാട്ടർ ബോണ്ടിങ് ടെസ്റ്റ് കഴിഞ്ഞാൽ അതങ്ങ് പൊളിച്ച് കളയും. സ്വാഭാവികമല്ലേ, അവിടെ വീട് പണിയാൻ വേണ്ടി വെച്ച സ്ഥലമല്ലേ. ഇങ്ങനെ തെറ്റായ ആശങ്കകൾ ഉണ്ടാകരുത്. അവിടെ ഉപജീവന പദ്ധതി കൊടുത്തില്ല എന്ന പ്രതിസന്ധി ഉണ്ടായി. 18-ാം തീയതി അത് കൊടുത്തു. മാർച്ച് 31 എക്കണോമിക്കൽ ഇയർ എൻഡിങ് ഉള്ളത് കൊണ്ട് ട്രഷറിയിലുള്ള പണം ഫിനാൻസിലേക്ക് തിരിച്ചു വന്നതാണ്. അത് ഏപ്രിൽ മാസത്തിൽ വീണ്ടും അങ്ങോട്ട് കൊടുത്തു. ഏപ്രിൽ 18-നുള്ളിൽ അത് കൊടുത്തു. അത് കൊടുക്കുമ്പോൾ കേരളത്തെക്കുറിച്ച് ഒരു കാര്യം, ആരുടെ ഔദാര്യമല്ല, പക്ഷെ ഒരു കാര്യം നാം ഓർക്കണം. ദുരന്തം നടന്ന് 21 മാസക്കാലം കഴിയുമ്പോഴും ഒരു മാസത്തെ പോലും വാടകയോ ഒരു മാസത്തെ പോലും ദിനപത്തയോ, ഒരു വീട്ടിൽ 2 പേർക്ക് കൊടുക്കുന്ന ദിനപത്തയോ, ശയ്യാവലംബനായ രോഗിക്ക് കൂട്ടിയിരിക്കുന്നവന് കൊടുക്കുന്ന ദിനപത്തയോ കൂപ്പണോ ഒന്നും ഈ കേരളത്തിൽ മുടങ്ങിയിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ അഹങ്കാരമല്ല, ആരുടെയും ഔദാര്യമല്ല. എങ്കിലും വിനയപൂർവ്വം അത് കേരളത്തിൻ്റെ പൊതുനേട്ടമാണെന്നെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കരുതാൻ നമുക്കാവണം. അതുകൊണ്ട് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുകയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയോ ചെയ്തതുകൊണ്ട് ബന്ധപ്പെട്ട ഒരാൾക്കും സുരക്ഷിതമായിട്ടുള്ള വീട് ലഭ്യമാകുമെന്ന പേടി വേണ്ട. കൊടുത്തവർക്ക് പട്ടയം ഉൾപ്പെടെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട എന്ന കാര്യം ഏറെ ബഹുമാനത്തോടെയും വിനയത്തോടെയും അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കും. ഞാൻ ചെന്ന് നിന്നത് ചിത്രങ്ങളിലൂടെ പടർത്തിയിട്ടുള്ള സാധനം നേരിട്ട് കണ്ട സ്ഥലമാണ്. അപ്പുറത്ത് കൂടി ഉണ്ടെങ്കിൽ ആരെങ്കിലും എൻ്റെ കയ്യിൽ ഒന്ന് മാന്തിയാൽ ഞാൻ അപ്പുറത്തേക്കും കിടക്കും. ആരും എന്നോട് പറഞ്ഞില്ല. ഞാൻ ആ വീട്ടുകാരനെ അവിടെ അന്വേഷിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം അവിടെ ഉണ്ടായില്ല, കണ്ടില്ല ഞാൻ നേരത്തെ. അവിടുത്തെ 178 കുടുംബത്തിലെ അംഗങ്ങളെ എനിക്ക് നേരിട്ടറിയാവുന്നതും അവർക്ക് എൻ്റെ കൈപിടിച്ചു വലിക്കാവുന്നതും അവർക്ക് എന്നോട് ചോദ്യം ചോദിക്കാവുന്നതുമായ കാര്യമാണ്. ഇനി അവിടെ വീണ്ടും പോയി പരിശോധിക്കണോ? ഞാനതിനും റെഡി. അതിനെക്കുറിച്ചും ഈ പറയുന്ന ഉത്തരം ഇതുപോലെ ഒരു സംഭവമാണ്. ഒരു സ്ട്രക്ചറൽ ക്രാക്കാണെങ്കിൽ വിണ്ട് കീറുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആളുകൾ അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ വാർത്തയിൽ, കമൻറ്റുകൾ. ഇങ്ങനെ ഒരു വീട്ടിൽ എങ്ങനെ ദുരന്തബാധിതൻ വിശ്വസിച്ച് ജീവിക്കും? അത് പൊളിഞ്ഞു വീണാലോ? അങ്ങനെ ഒരു പേടി അനാവശ്യമായ ആളുകൾക്കിടയിൽ ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് സ്വയം ബോധ്യപ്പെടാൻ ഒന്ന് തുടച്ചു നോക്കിയത്. അപ്പോൾ ആ പെൻസിൽ മാർക്ക് അങ്ങനെ മാഞ്ഞുപോയി. മാർക്ക് മാഞ്ഞുപോയതിൽ ആരെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. കാരണം അത് പെൻസിൽ കൊണ്ട് വരച്ച മാർക്കായിരുന്നു. ഞങ്ങൾക്ക് ഇതുവരെ പ്രത്യേകിച്ച് പരാതികളൊന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ഞങ്ങൾ അവരുടെ വക്കീലന്മാരായി നിൽക്കുക എന്നല്ല. ഒരു കമ്പനിയുമായിട്ടുള്ളൊരു ധാരണയുണ്ടാക്കി ഇതുവരെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു വിധത്തിലുള്ള പരാതിയും ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഇതിൽ ഓരോന്നിനും ഓരോ ടൈം തീരുമാനിച്ചിട്ടുണ്ട്. സോളാർ വെക്കേണ്ടത് എപ്പോൾ, പെയിൻ്റ് അടിക്കേണ്ടത് എപ്പോൾ, തീർന്ന വീടുകളെ അതൊക്കെ അതൊരു കൃത്യം ടൈം ലൈനിലാണ് പോകുന്നത്. മാർച്ച് 1 ഈ വീട് കൈമാറുമ്പോൾ പട്ടയം ഉൾപ്പെടെ ആ നറുക്കെടുക്കുന്നതിന് മുമ്പ് ഇവരുമായിട്ട് എല്ലാവരുമായി സംസാരിച്ചു. അപ്പോൾ ഇവരുടെ പ്രശ്നം ഉണ്ടായിരുന്നത് 4ാമത്തെ ഫേസിലുള്ള ഒരു സൈഡിലുള്ളൊരു സ്ഥലത്ത് 1ാം ഗ്രൂപ്പിൽ പെടുന്ന ഗ്രൂപ്പ് ഫസ്റ്റിൽ പെടുന്ന ആളുകളെ താമസിപ്പിക്കരുത്. ഞങ്ങൾക്ക് പണിയാനുള്ള സ്ഥലം ഉള്ളിടത്ത് ഇത്തിരി വൈകിയാലും ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ തന്നെ കിട്ടണം. ഇതായിരുന്നല്ലോ ഇവരുടെ പ്രശ്നം. 2ാമത് ആ ദുരന്തബാധിതരോട് ഒറ്റയ്ക്ക് പാല് കാച്ചാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരുമിച്ച് പാല് കാച്ചൽ ചടങ്ങ് നടക്കേണ്ടതുള്ളൂ. ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു വൈകിക്കലുമില്ല. പട്ടയവും റേഷൻ കാർഡും മറ്റ് കാർഡുകളും ഒക്കെ കൂടിയാണ് കൊടുത്തത്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും അവകാശപ്പെടാൻ കൂടി പറ്റും, ഇതെൻ്റെ വീടാണ്. നേരത്തെ ഈ പട്ടയം കൊടുത്തില്ലെങ്കിൽ ഈ വീട്ടിൽ ചോർച്ച ഉണ്ടായി കൂരാൻ നൗഫൽ അറിയില്ല, നൗഫൽ അറിയേണ്ട കാര്യവും ഉണ്ടാകില്ല. പക്ഷെ ഇപ്പോൾ ഓരോ വീടിലും നറുക്കിട്ട് ആ വീടിൻ്റെ കാര്യങ്ങൾ അതത് സമയം അന്വേഷിക്കാൻ അവർക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ വീടാണെന്നൊരു അഭിമാന ബോധം അവർക്കുണ്ട്. അതിൽ സംതൃപ്തരാണ്. മാർച്ച് 1 ഇത് കൈമാറുമ്പോൾ പട്ടയം ഉൾപ്പെടെ അവർക്ക് കൈമാറി. അവരോട് ഞങ്ങൾ ചോദിച്ചതാണ്, ദുരന്തബാധിതരായിട്ടുള്ള ആളുകളോട്. അങ്ങനെ കൈമാറുമ്പോൾ നിശ്ചിതമായൊരു സമയത്തിനുള്ളിൽ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഓരോ വീട്ടിൽ നമ്മൾ കയറുമ്പോൾ സാധാരണ ഉണ്ടാകാറുള്ള പ്രയാസങ്ങളുണ്ടല്ലോ, അത്രയ്ക്ക് സമയമെടുത്തില്ല, അത്രയ്ക്ക് നേരവും നമ്മളെടുത്തില്ല. അതൊരു തെറ്റായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്ഷേപങ്ങൾ ഒരു കാലത്തും ഇല്ലാതിരിക്കില്ല. അതിൻ്റെ താല്പര്യം എന്താണ്? അതൊരു കനകോലു സിദ്ധാന്തമാണ്. കനകോലു വന്നത് ഇപ്പോഴല്ലേ ആക്ഷേപം ഉണ്ടാകാൻ. 75,000 രൂപ ഓരോരുത്തരുടെ പേരിലും എഴുതിയെടുത്തു എന്ന് പറഞ്ഞത് സർക്കാർ വീട് കൊടുത്ത എൻ്റെ പേരിലാണോ? സർക്കാർ എഴുതിയെടുത്ത എൻ്റെ പേരിലാണോ? ബ്രെഡ് പൂത്തു എന്ന് പറഞ്ഞത് യഥാർത്ഥ ബ്രെഡ് വിതരണം ചെയ്തത് പോലും ഇല്ല. എന്നിട്ടാണ് ആക്ഷേപങ്ങളിൽ ഞങ്ങൾക്ക് ഭയമില്ല. ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടക്കമില്ല. നൗഫൽ കണ്ടു, നൗഫലിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ. നൗഫലിൻ്റെ വീട് കൈമാറുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ അഭിപ്രായം എനിക്കില്ല. അദ്ദേഹത്തിൻ്റെ വീട് ഔപചാരികമായി കൈമാറിയതിന് ശേഷം ഏതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഡിഫക്റ്റ് ലൈബിലിറ്റി, നമ്മളെത്ര വീടുകളിൽ താമസിക്കുന്നവരാണ്, നിർമ്മിച്ചവരാണ്, അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കോൺട്രാക്ടർ ഉത്തരം പറയേണ്ടി വരും എന്ന 5 കൊല്ലത്തെ സിവിൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്.
ഇത് വിള്ളലാണ്, സ്ട്രക്ചറൽ ക്രാക്കാണെന്ന അഭിപ്രായം ഏത് ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറെ കൊണ്ടും ഏതു മാധ്യമത്തിനും ഏതു സുഹൃത്തിനും അന്വേഷിപ്പിക്കാം. ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർ സമാധാനം പറയേണ്ടി വരും. പിന്നെ ഉറപ്പായിട്ടും അത് മനസ്സിലായില്ലല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ആ 102 വീടുകൾ മിനിഞ്ഞാന്ന് തയ്യാറായതിനു ശേഷം 2ാം ഘട്ടമാണ് ജോയിന്റ് ഇൻസ്പെക്ഷൻ. ഇനി ഒരു ഘട്ടം കൂടിയുണ്ട്. അത് വീട്ടുകാരനും ULCCയും കിഫ്കോണും കൂടിയുള്ളതാണ്. മൂന്ന് ഘട്ട ഇൻസ്പെക്ഷൻ ഉണ്ട്. ആദ്യഘട്ടം ULCCയുടെ എഞ്ചിനീയർമാർ, 2ാം ഘട്ടം കിഫ്കോൺ ULCC. ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, അന്ന് അവിടെ പറഞ്ഞല്ലോ. 3ാം ഘട്ടം കിഫ്കോൺ ULCC പ്ലസ് വീട്ടുകാരൻ. അതിൽ 2ാം ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. 2ാം ഘട്ടം സംതൃപ്തപ്പെടുത്തിയാൽ ഏറ്റവും അടുത്ത മിനിറ്റിൽ വീട്ടുകാരനെ കൊണ്ടുകൂടി പരിശോധിപ്പിക്കും. അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ, നടപടിക്രമം ഈ വിധത്തിൽ തന്നെയാണ് അവരോട് കൂടി പറഞ്ഞിട്ടാണ്. സ്വാഭാവികമായും ആളുകൾ ഇങ്ങനെ പോകുന്നതിൻ്റെ ഭാഗമായി 5-10 ദിവസം വൈകിട്ടുണ്ടാകും. ഞങ്ങളങ്ങനെ കരുതുന്നില്ല. ഈ പാല് കാച്ചിയില്ലല്ലോ. ഉദ്ഘാടനം അതിൻ്റെ 1ാം ഘട്ടത്തിലെ പട്ടയവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉടമസ്ഥാവകാശവും ഏൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടന്നൊരു ചടങ്ങാണ്. അവർക്ക് വീട് കയറി പാല് കാച്ചുന്നത് ഒരുമിച്ച് വേണം എന്നാണ് അവർ പറഞ്ഞത്. ഒരുമിച്ച് തന്നെ പാല് കാച്ചാം, നമുക്ക് എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം. അത് കഴിഞ്ഞ് വീണ്ടും പോയി പരിശോധിക്കാം. താമസിപ്പിക്കാം. 3ാം ഘട്ടം കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. 2ാം ഘട്ടം കഴിഞ്ഞാൽ തീരില്ല. 3ാം ഘട്ടം കൂടി കഴിഞ്ഞ് അവരെ വിശ്വസ്തയിലെടുത്തേ അത് കൊടുക്കുള്ളൂ. ആരെങ്കിലും ഞങ്ങൾക്ക് ഇന്ന ഭാഗം ഇന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടേ അവർക്ക് അത് ഏൽപ്പിക്കും. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ കേട്ടില്ല എന്ന് തോന്നല്ലോ, ഏപ്രിൽ 30-നകം ഇതിൻ്റെ 3 തരത്തിലുള്ള ഇവാലുവേഷൻ കഴിയും. അത് കഴിഞ്ഞാൽ മെയ് ആദ്യവാരത്തിൽ എപ്പോഴും താമസിക്കാം. ഉറപ്പായിട്ടും നൗഫലിനെയും സൈബറിൽ ആക്രമിക്കരുത്, എന്നെയും ആക്രമിക്കരുത്, മാധ്യമ പ്രവർത്തകരെയും ആക്രമിക്കരുത്. ഒരു സാമാന്യ മര്യാദ അങ്ങനെ ഇല്ലാതിരിക്കലാണ്. ഈ കൂലിപ്പണിക്കാരൻ രാജനെന്നും പിന്നെ ഏണിപ്പണിക്കാരൻ രാജനെന്നും ഒക്കെ പറയുന്നത് പോലെ ഒരാളെയും ആക്രമിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കേട്ട് ചുറ്റും നിന്ന് ആർത്തട്ടഹസിച്ച് ചിരിക്കുന്നവൻ ഒരു കക്കൂസ് പോലും അവിടെ നിർമ്മിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളൊരു സങ്കോചം വേണ്ടേ? ഒരു ചെറിയ സങ്കോചം പറയുമ്പോൾ ആ ആർത്ത ചിരിയിൽ ഏതോ സാധനം അങ്ങ് മറികടന്നു. ഇതൊക്കെ നിന്നൊരുത്തനെ കിളിപോയി എന്നങ്ങ് പറഞ്ഞപ്പോൾ കേട്ടൊരു രോമാഞ്ചം, എന്തൊരു സുഖമല്ലേ. എനിക്കതിൽ പ്രയാസമില്ല. ഒരു ദുരന്തബാധിതന്റെ വികാരമായിട്ട് ഞാൻ അതിനെ കാണുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ കൃത്യമായി അതിൻ്റെ സാങ്കേതിക പദം നിങ്ങളോട് പറഞ്ഞു. ആ സാങ്കേതിക പദത്തെ അവതരിപ്പിക്കുന്ന ഒരു സ്ട്രക്ചറൽ ക്രാക്കാണോ എന്നുള്ളതായിരുന്നു നമ്മുടെ മുമ്പിലുള്ളൊരു പ്രശ്നം. അതൊരു സ്ട്രക്ചറൽ ക്രാക്കല്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും പരിശോധിക്കണമെങ്കിൽ അങ്ങനെ പരിശോധിക്കുന്നതിൽ ഒരു അപകടവും ഇല്ല. അതൊരു ശ്രിങ്കേജ് മാത്രമാണ്. അതിന് ലീക്കാവുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം. അല്ല, ഉപജീവന മൊത്തം മുടങ്ങാൻ കാരണം അതല്ല. ഉപജീവന പത്തം മുടങ്ങാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ജനുവരി മാസത്തിൽ തന്നെ തീരുമാനിച്ചു. ഈ സാങ്കേതിക കാര്യം ശരിയായിരിക്കും. മാർച്ച് 31-ന് ഇത് TSP അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടില്ലെങ്കിൽ മാർച്ച് 31-ന് തിരിച്ചിങ്ങോട്ട് പോരും. അത് വീണ്ടും അങ്ങോട്ട് തിരിച്ചു കൊടുത്താണ്. സാങ്കേതികമാണ്. തികച്ചും ഞാൻ മറ്റേ ലീക്കേജിൻ്റെ കാര്യമെന്ന് വിചാരിച്ചു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, സൈബർ ആക്രമണങ്ങൾ ഒന്നിനും ശരിയല്ല. 3 കുട്ടികളെ നഷ്ടപ്പെട്ട ഒരു പാവപ്പെട്ട സ്ത്രീ ഉണ്ടല്ലോ, സേന, അവർക്ക് നേരെ നടന്നതും ശരിയല്ലാത്തതാണ്. 16 പേരല്ല, ഒരാൾ പോലും മരിക്കാത്ത മനുഷ്യൻ നേരെ പോലും അറ്റാക്ക് നടത്തരുത് എന്നുള്ള അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തി. ഞാൻ പറഞ്ഞത്, ഒരു നിശ്ചിതമായ കാലത്തെ സംബന്ധിച്ചൊരു കരാർ വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് വിട്ടുപോകാൻ അവർക്ക് പറ്റില്ല. വിട്ടുപോയാൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആകും. അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഒറ്റ അഭ്യർത്ഥന കൂടിയുള്ളത്, ഈ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരുടെ മനസ്സിൽ വിഷം കലക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ കൂട്ടത്തിൽ നിൽക്കരുത്. അവർക്ക് കൃത്യമായി വീടും ഭൂമിയും എത്തിക്കേണ്ടത് കൃത്യതയോടുകൂടി എത്തിക്കും. അതുവരെ അവരുടെ ഒരു വാടകയും മുടങ്ങില്ല. ഒരു മഴക്കാലത്ത് റോട്ടിൽ കിടക്കേണ്ടി വരില്ല. ഒരു പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാകില്ല. കേരളത്തിൻ്റെ അഭിമാനത്തെ ഓർത്ത് ന്യായമായ കാര്യങ്ങൾ പറയാം. പക്ഷെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് സമയമെടുക്കാതെ ഇവിടെ അവസാനിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.